തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ ബോൺ സർവൈവറാണ്. നിങ്ങളെല്ലാം സർവൈവ് ചെയ്തുകൊണ്ടേയിരിക്കും. ചെറുപ്പം മുതൽ തന്നെ റെസ്പോൺസിബിലിറ്റിയും പ്രഷറും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒന്നും ഈസി ആയിട്ട് കിട്ടില്ല, എല്ലാം ഫൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടണം. ഉള്ളിൽ വളരെ ഇമോഷണലാണ്, പക്ഷേ വെളിയിലൊക്കെ നല്ല സ്ട്രോങ്ങും സ്ട്രിക്റ്റും ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങളെ കാണുക. വിശ്വസിക്കാൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ വിശ്വാസം കിട്ടിയാൽ 100% ലോയൽ തന്നെയായിരിക്കും. ഈഗോ നന്നായിട്ടുണ്ട്, പക്ഷെ അത് സെൽഫ് റെസ്പെക്റ്റിൽ നിന്നാണ്. വിശ്വാസവഞ്ചന അതായിരിക്കും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ്. എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഉയരും എന്നൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 2025 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എന്താ വെച്ചാൽ ഓവർ തിങ്കിങ് പീക്കായിട്ടുള്ള ഒരു സമയമാണ്. എന്ത് ചെയ്താലും ശരിയാവുന്നില്ല എന്ന ഫീലിങ്സ് ഉണ്ടാവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഇറിറ്റേഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. കരിയറിൽ ജോബ്നെസ് പ്രഷറൊക്കെ ഉണ്ടാവും. അതോറിറ്റി ഇഷ്യൂസ് നന്നായിട്ടുണ്ടാവും. എഫേർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങനെ അപ്രിസിയേഷൻ കാര്യമായിട്ട് ചെയ്തില്ല. അതിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, സൈലൻറ്റും ആയിരുന്നു. ആരെങ്കിലും ഇമോഷണൽ വിഡ്രോ ചെയ്തതായിട്ട് തോന്നി, ഇവർ അകലം പാലിക്കുകയാണെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. വിശ്വാസം പൊളിഞ്ഞ ഒരു കാലം തന്നെയായിരുന്നു. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സ്പെൻസ് നന്നായിട്ടുണ്ടായിരുന്നു. സാമ്പത്തികം വന്നാലും നിൽക്കാതെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഡിസംബറിലെ മെസ്സേജ് പറയണ ഇനി ഞാൻ എല്ലാം സഹിക്കില്ല, മാറ്റം വേണം എന്നൊരു വിചാരം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. 2026 ജനുവരിയിൽ മെൻ്റലി കാമാകാൻ തുടങ്ങും. ഡിസിഷനിൽ ക്ലാരിറ്റി ഉണ്ടാവും. ഇനി ഞാൻ റിയാക്ട് ചെയ്യില്ല, ആക്ട് ചെയ്യുമെന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. കരിയറിലാണെങ്കിലും ജോബിലാണെങ്കിലും വർക്ക് പ്രഷർ കുറയും. പുതിയ റെസ്പോൺസിബിലിറ്റി റോള് കിട്ടും. ജോബ് സെർച്ച് ചെയ്യുന്നതിന് പോസിറ്റീവ് റെസ്പോൺസ് കാളൊക്കെ ഉണ്ടാവും. ബിസിനസ് സ്ലോ ആയിരിക്കും, ബട്ട് സ്റ്റേബിൾ റീസ്റ്റാർട്ടായിരിക്കും. ജനുവരിയിൽ ഒരു ഫൗണ്ടേഷൻ മന്തായിരിക്കും. പ്രണയത്തിലാണെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ സൈലൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പാസ്റ്റ് പേഴ്സൺ വീണ്ടും മൈൻഡിൽ വരും. ബട്ട് ഇപ്പോൾ നിങ്ങളെന്തായാലും ഇമോഷണലി സ്ട്രോങ്ങർ ആയതും കൊണ്ട് അതൊന്നും കാര്യമാക്കില്ല. നിങ്ങൾ യാചിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ പക്ഷേ ഒബ്സേർവ് ചെയ്യണം. റിലേഷൻഷിപ്പിൽ എന്തായാലും ഇമ്പ്രൂവ് ആവും. ഒരു പെയിനും ഇല്ലാണ്ട് നിങ്ങൾ എന്തായാലും ഡിറ്റാച്ച് ആവും, അവരായിട്ട് വിട്ടു നിൽക്കും. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ സാമ്പത്തികം വരുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കൺട്രോൾഡ് ആയിരിക്കുമെന്ന് മാത്രം. ഒരുപാടൊന്നും വരില്ല. പഴയ പെൻഡിങ് ഇഷ്യൂസ് എല്ലാം സ്ലോലി ക്ലിയർ ആവും. ജനുവരി അവസാനമാകുമ്പോൾ കുറച്ച് ഫിനാൻഷ്യലി റിലീഫ് എന്തായാലും നിങ്ങൾക്ക് തോന്നും. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ എനർജി നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ആവും. തലവേദന, വയറിൻ്റെ സ്ട്രെസ്സ് അതൊക്കെ റെഡ്യൂസ് ആവും. ഒരു ജീവിതശൈലി സെറ്റാക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അതിന് നല്ലൊരു മാസമാണ് ജനുവരി. ആരുമായിട്ട് ആർഗ്യുമെൻറ്റിന് പോകരുത്, മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഡിസിഷൻ ഫേമിൻ്റെ കാര്യത്തിൽ വർക്ക് പ്ലേസിലൊക്കെ തീരുമാനമെടുക്കുന്ന മെല്ലെ മതി. എന്തെങ്കിലും പെട്ടെന്നൊരു തീരുമാനത്തിലെടുക്കണ്ട. ഈഗോ ഫൈറ്റ് നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യുക. വ്യാഴാഴ്ച രാവിലെ ഓം ഇന്ദ്രായ നമഃ എന്ന് 11 തവണ ജപിക്കുക.